നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ വാർത്താ പ്രഭാതം തുടങ്ങുകയാണ്. കീം ഒരു തലവേദനയായി മാറിയിരിക്കുന്നു. പുതുക്കിയ റാങ്ക് ലിസ്റ്റ് വന്നു. 1ാം റാങ്ക് അടക്കം വലിയ മാറ്റമാണ് പുതിയ പട്ടികയിലുള്ളത്. കേരള സിലബസിലുള്ള കുട്ടികൾ പിന്നിലായിട്ടുണ്ട്. അതിനൊപ്പം കേരള VC രജിസ്ട്രാർ പോര് തുടരുകയാണ്. ഇന്നും പ്രതിഷേധത്തിന് സാധ്യത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കീം പ്രവേശന നടപടികൾക്ക് ഇന്ന് തുടക്കമാകും. ഓപ്ഷൻ ക്ഷണിച്ചുള്ള അറിയിപ്പ് ഉടൻ പുറത്തിറങ്ങും. പുതുക്കിയ കീം ഫലത്തിൽ കേരള സിലബസുകാർക്ക് തിരിച്ചടി. കേരള സർവകലാശാലയിൽ VC രജിസ്ട്രാർ പോര് തുടരുന്നു. രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ ഇന്നും സർവകലാശാല ആസ്ഥാനത്തെത്തും. VC വന്നാൽ തടയുമെന്ന് SFI. സർവകലാശാലയിൽ ഭരണസ്തംഭനം. ശുഭാംശു ശുക്ലയടങ്ങിയ ആക്സിയം 4 സംഘത്തിൻ്റെ ഭൂമിയിലേക്കുള്ള മടക്കയാത്ര തിങ്കളാഴ്ചയെന്ന് നാസ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 14 ദിവസത്തെ ദൗത്യം പൂർത്തിയാക്കി. പേടകത്തിൻ്റെ അൺഡോക്കിംഗ് തീരുമാനിച്ചത് കാലാവസ്ഥ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ പരിഗണിച്ച്. ബംഗ്ലാദേശ് കലാപത്തിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ ഓഗസ്റ്റ് 3 വിചാരണ ചെയ്യും. ഹസീനയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കൂട്ടക്കൊല, പീഡനം തുടങ്ങി വധശിക്ഷ വരെ ലഭിച്ചേക്കാവുന്ന കുറ്റങ്ങൾ. കൊച്ചി BPCLനു സമീപമുള്ള അയ്യൻകുഴിയിലെ ജനജീവിതം ദുരിതത്തിൽ. മലിനീകരണ ഭീഷണിയിൽ ജീവിക്കുന്നത് 42 കുടുംബങ്ങൾ. റിഫൈനറിയിലെ പൊട്ടിത്തെറിയെ തുടർന്ന് ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത് സമീപത്തെ ടൂറിസ്റ്റ് ഹോമിൽ. പ്രദേശം വാസയോഗ്യമാണോ എന്ന് പരിശോധിക്കുവാനുള്ള സംഘം ഇന്ന് സ്ഥലത്തെത്തും. ഇന്ത്യക്കെതിരായ 3ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ട് ഭേദപ്പെട്ട സ്കോറിലേക്ക് 4 വിക്കറ്റിന് 251 റൺസ് എന്ന നിലയിൽ. സെഞ്ചുറിക്ക് 1 റൺസ് അകലെ ജോ റൂട്ട്. നിതീഷ് കുമാർ റെഡ്ഡിക്ക് 2 വിക്കറ്റ്. ഇന്നത്തെ വാർത്തകൾ എന്തായാലും വിശദമായി തന്നെ നോക്കാം. ഇന്നും ഒരു പ്രതിഷേധത്തിന് സാധ്യതയുണ്ട് സംസ്ഥാനത്ത്, മാത്രമല്ല പ്രത്യേകിച്ച് തലസ്ഥാനത്ത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുപോലെ നിരവധി പ്രതിഷേധങ്ങൾ ഉണ്ടായി. അതിനപ്പുറത്തേക്ക് വേറെ പ്രധാനപ്പെട്ടൊരു വിഷയം, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കീം പ്രവേശനത്തിൽ ഓപ്ഷൻ ക്ഷണിച്ചുള്ള അറിയിപ്പ് ഉടൻ പുറത്തിറങ്ങും. ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടതോടെ കീം പരീക്ഷയുടെ പുതുക്കിയ ഫലം സർക്കാർ ഇന്നലെ രാത്രി പ്രസിദ്ധീകരിച്ചു. മാർക്ക് ഏകീകരണത്തിൽ പഴയ ഫോർമുല പ്രകാരമാണ് പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. ഇതോടെ റാങ്ക് പട്ടികയിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ദേവിക ചേരുന്നുണ്ട്. ദേവിക, റാങ്ക് ലിസ്റ്റിൽ ഒരു പുതിയ മാറ്റം വരുന്നുണ്ടല്ലോ. എന്തായാലും കേരള സിലബസിലുള്ള കുട്ടികൾക്ക് തിരിച്ചടി എന്നുള്ള ഒരു വാർത്തയാണല്ലോ പുറത്തു വരുന്നത്. അതായത് കഴിഞ്ഞ ലിസ്റ്റിൽ വന്നപ്പോൾ 1ാം റാങ്കുകാരൻ 185ലേക്ക് മാറുന്നു. അവർക്കുള്ള ഈ റാങ്കുകളുടെ ഒരു മാറ്റം വരുന്നുണ്ട്. ഇതൊരു ഏകീകരണത്തിലുള്ള സാധ്യത എത്രത്തോളമാണ്? എന്താണ് സർക്കാർ നിലപാട്? മാർക്ക് ഏകീകരണത്തിൽ പുതിയ ഫോർമുല പ്രകാരമുള്ള റാങ്ക് ലിസ്റ്റ് 1ാം തീയതി സർക്കാർ പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൽ കേരള സിലബസിലെ കുട്ടികൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നൊരു റാങ്ക് പട്ടികയായിരുന്നു ആദ്യം പ്രസിദ്ധീകരിച്ചത്. അതായത് ആദ്യത്തെ 100 പേരിൽ 43 പേർ കേരള സിലബസ് പഠിച്ചവരായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇത്തരത്തിൽ ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി നേരിട്ടതോടെ മാർക്ക് ഏകീകരണത്തിൽ പഴയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള പുതിയ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. അതിൽ ആദ്യത്തെ 100 പേരിൽ 21 പേർ മാത്രമാണ് ഇത്തരത്തിൽ കേരള സിലബസ് പഠിച്ച കുട്ടികളുള്ളത്. ഈ കേരള സിലബസ് പഠിച്ച കുട്ടികൾക്ക് വലിയ തിരിച്ചടി തന്നെയാണ് ഈ ഒരു റാങ്ക് പട്ടികയിലൂടെ വരുന്നത്. കാരണം 1ാം റാങ്കിൽ അടക്കം മാറ്റമുണ്ട്. കഴിഞ്ഞ തവണ 8ാം റാങ്കിൽ ഉണ്ടായിരുന്നയാൾ 159ാം റാങ്കിലേക്ക് താഴ്ത്തപ്പെടുന്ന നിലയൊക്കെ ഉണ്ടായി. എന്തായാലും ഇതിലിനി ഏതെങ്കിലും കുട്ടികൾ സുപ്രീം കോടതിയെ സമീപിക്കുമോ എന്നതൊക്കെ നിർണായകമാണ്. എങ്കിലും സർക്കാർ ഈ തീരുമാനവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ കേരള സിലബസ് പഠിച്ച കുട്ടികൾക്ക് വലിയ തിരിച്ചടിയാണ് നേരിട്ടിട്ടുള്ളത്. കാരണം പലർക്കും അവർ ആഗ്രഹിച്ച കോളേജുകളോ അവരാഗ്രഹിച്ച കോഴ്സുകളോ ഒന്നും ലഭ്യമാക്കാത്തൊരു സാഹചര്യം തന്നെയാണ് ഉണ്ടാവുക. എന്തായാലും പ്രവേശന നടപടികൾ താമസിക്കുമെന്നതിനാൽ ഈ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് കേരള സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ക്ഷണിച്ചുകൊണ്ടുള്ള അറിയിപ്പ് ഇന്നോ നാളെയോ പുറത്തു വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജേഷ്, അതോടൊപ്പം തന്നെ ദേവിക, ഈ കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട VC രജിസ്ട്രാർ പോര് രൂക്ഷമാകുകയാണല്ലോ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് SFIയുടെയും മറ്റ് ഇടതുപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെയൊക്കെ പ്രതിഷേധം. ഗവർണറെതിരെ പ്രതിഷേധം ഉണ്ടാകുന്നു. രാജ്ഭവനിലേക്ക് മാർച്ച് നടക്കുന്ന ഒരു പോരാട്ട കളമായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം തലസ്ഥാനം. ഇന്ന് ഏത് തരത്തിലാണ് ഇതിനൊരു പ്രതിഷേധം ഉണ്ടാകുന്നത്? ഇന്നും രജിസ്ട്രാർ ഇന്ന് സർവകലാശാലയിൽ എത്താൻ സാധ്യതയുണ്ടോ?
രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ ഇന്ന് സർവകലാശാലയിൽ എത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായിട്ടുള്ള സാഹചര്യം തന്നെയാണ് ഉണ്ടായത്. എന്തായാലും ഇന്ന് VC ഇത്തരത്തിൽ ഈ സർവകലാശാലയിൽ എത്തുകയാണെങ്കിൽ കടുത്ത പ്രതിരോധം തീർക്കാൻ തന്നെയാണ് SFIയുടെ തീരുമാനം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള പ്രതിരോധ സമരമുറകളുമായി SFI, DYFI അടക്കമുള്ള സംഘടനകൾ എത്തിയത് നമ്മളൊക്കെ കണ്ടിരുന്നു. എന്തായാലും രജിസ്ട്രാർക്ക് ഈ VC വിലക്ക് കൂടി കൽപ്പിച്ചതോടെയാണ് അതിശക്തമായിട്ടുള്ള സമരമുറകളുമായി ഇത്തരത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ, യുവജന സംഘടനകളൊക്കെ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ ഫയലുകൾ ഇത്തരത്തിൽ രജിസ്ട്രാർക്ക് ലഭ്യമാക്കരുത് എന്ന VCയുടെ ഉത്തരവ് കൂടി വന്നതോടെ പൂർണ്ണമായിട്ടുള്ളൊരു ഭരണസ്തംഭനം തന്നെയാണ് നമുക്ക് ഈ സർവകലാശാലയിൽ കാണാൻ സാധിച്ചത്. പല ഫയലുകളും ഇത്തരത്തിൽ നീങ്ങുന്നില്ല. ഈ രജിസ്ട്രാർ ഈ സസ്പെൻഡ് ചെയ്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കൈവഴി ഒരു ഇമെയിൽ ഈ ഫയലും ഇത്തരത്തിൽ തനിക്ക് വരണ്ട എന്ന നിലപാട് തന്നെയാണ് ഈ VC സ്വീകരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം സിൻഡിക്കേറ്റ് ഇത്തരത്തിൽ ഇദ്ദേഹത്തിൻ്റെ ID പുനഃസ്ഥാപിച്ചതായിട്ടുള്ള വാർത്തകളും നമ്മളിലേക്ക് എത്തിയിരുന്നു. ഈ ID പുനഃസ്ഥാപിച്ചതോടെ ഈ ഫയലുകൾ ആക്സസ് ചെയ്യാൻ ഇനി ഈ രജിസ്ട്രാർക്ക് പറ്റും, കെ എസ് അനിൽകുമാറിന് പറ്റും. എന്തായാലും ഇതിൽ ഇനി VC എന്ത് തരത്തിലുള്ള നിലപാടായിരിക്കും എടുക്കുക, അതിനോട് സംഘടനകളൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നെല്ലാം കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും ഇന്നും ഈ സർവകലാശാലയിലെ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജേഷ്. യെസ്, ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തായാലും കേരള സർവകലാശാലയിൽ ഒരു ഭരണസ്തംഭനം ഉണ്ടാകാനുള്ള സാധ്യതയാണ് നമുക്കിപ്പോൾ കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളും അതിൻ്റെ ഒരു തെളിവായി തന്നെ നമുക്ക് ഇപ്പോഴും പറയാൻ കഴിയും. കാരണം അവിടെ കാര്യങ്ങളൊന്നും കൃത്യമായി നടക്കുന്നില്ല എന്ന് തന്നെയാണ്. പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇതെല്ലാം പെടുന്നത് വിദ്യാർത്ഥികളാണ് ഇതിൽ പെട്ടുപോകുന്നത്. എന്തായാലും മറ്റു വാർത്തകളിലേക്ക് നോക്കാം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ശുഭാംശു ശുക്ലയടങ്ങിയ ആക്സിയം 4 സംഘത്തിൻ്റെ മടക്കം ജൂലൈ 14 നാസ അറിയിച്ചു. നേരത്തെ പ്രഖ്യാപിച്ച ദൗത്യ കാലാവധി ഇന്നത്തോടെ അവസാനിച്ചിരുന്നു. ജൂൺ 26 4-അംഗ ആക്സിയം 4 സംഘം ബഹിരാകാശ നിലയത്തിലെത്തിയത്. കാലാവസ്ഥയടക്കം എല്ലാ സാഹചര്യങ്ങളും പരിഗണിച്ചാണ് ജൂലൈ 14 ഡ്രാഗൺ ഗ്രീസ് പേടകത്തിൻ്റെ അൺഡോക്കിംഗ് നടത്താൻ തീരുമാനിച്ചത്. കൃത്യമായ സമയക്രമം വരും ദിവസങ്ങളിൽ നാസ അറിയിക്കും. ലക്ഷ്യമിട്ട 60 പരീക്ഷണങ്ങളും കൃത്യമായി പൂർത്തിയാക്കാൻ ആക്സിയം 4 സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ 230-ലധികം തവണയാണ് ആക്സിയം സംഘം നിലയത്തിലെ താമസത്തിനിടയിൽ ഭൂമിയെ ചുറ്റിയത്. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ ഓഗസ്റ്റ് 3 വിചാരണ ചെയ്യാൻ പ്രത്യേക ട്രൈബ്യൂണൽ തീരുമാനം. കൂട്ടക്കൊല, പീഡനം തുടങ്ങി 5 കുറ്റകൃത്യങ്ങൾ ചുമത്തിയാണ് ഹസീനയ്ക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഹസീന ഹാജരായില്ലെങ്കിലും വിചാരണ നടത്താനാണ് ട്രൈബ്യൂണലിൻ്റെ തീരുമാനം. വധശിക്ഷ വരെ കിട്ടാൻ സാധ്യതയുള്ള വകുപ്പുകളാണ് ഹസീനയ്ക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം അടിച്ചമർത്തി എന്നതാണ് ഹസീനയ്ക്കെതിരെയുള്ള കേസ്. ഓഗസ്റ്റ് 5 ഹസീന ബംഗ്ലാദേശ് വിട്ടത്. കൊച്ചി BPCL റിഫൈനറിയിലുണ്ടായ പൊട്ടിത്തെറിയെ തുടർന്ന് സമീപ പ്രദേശമായ അയ്യൻകുഴിയിലെ വീടുകളും പ്രദേശവും വാസയോഗ്യമാണോ എന്ന് പരിശോധിക്കാൻ നിശ്ചയിച്ച സംഘം ഇന്ന് പരിശോധന നടത്തും. 42 വീടുകളാണ് അയ്യൻകുഴിയിലുള്ളത്. പൊട്ടിത്തെറിയെ തുടർന്ന് ഇവിടെയുള്ളവരെയൊക്കെ ചോറ്റാനിക്കരയിലെ ടൂറിസ്റ്റ് ഹോമിലേക്ക് മാറ്റിയിട്ടുണ്ട്. മലിനീകരണം മൂലം ഇവിടുത്തെ ജനജീവിതം ദുസ്സഹമെന്നാണ് ജനങ്ങൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം BPCL റിഫൈനറിയിലുണ്ടായ പൊട്ടിത്തെറിയെ തുടർന്ന് പ്രദേശത്ത് പുകയും രൂക്ഷഗന്ധവും പടർന്നിരിക്കുകയാണ്. റിഫൈനറിയുടെ സമീപത്തുള്ള അയ്യൻകുഴിയിലെ 42 കുടുംബങ്ങളാണ് തീപിടുത്തത്തിന്റെ ദുരിതം അനുഭവിക്കുന്നത്. മലിനവായു ശ്വസിച്ച് ദേഹാസ്വസ്ഥമുണ്ടായ നിരവധി പേരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരുന്നു. പൊട്ടിത്തെറി ഉണ്ടായതിനു പിന്നാലെ അയ്യൻകുഴിയിലെ താമസക്കാരിൽ പലരും ബന്ധുവീടുകളിലും മറ്റും അഭയം പ്രാപിച്ചിരിക്കുകയാണ്. വളരെ ദുഷ്കരമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഓടാനായിട്ടൊരു മാർഗ്ഗമില്ല. ഒന്ന് അകത്ത് കയറി പുറത്ത് വന്നപ്പോഴാണ് മൊത്തം മൂടലായി, ഒന്നും കാണാൻ പറ്റാത്ത രീതി. ഇരു കമ്പനികളും BPCLും HOC 2 കമ്പനികളുടെ നടുക്കാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. 2 കമ്പനികളുടെ അശാസ്ത്രീയമായിട്ടുള്ള സ്ഥലമെടുപ്പ് കാരണം ഒറ്റപ്പെട്ട് പോയവരാണ്. ഞങ്ങൾക്കിനി സാമ്പത്തികമായിട്ട് കുറച്ച് മെച്ചപ്പെട്ടവരായിരുന്നെങ്കിൽ പണ്ടേക്ക് വേണ്ട ഈ ഭൂമി ഞങ്ങൾ ഉപേക്ഷിച്ചിട്ട് വേറെ എവിടെയെങ്കിലും പോയിരുന്നു. റിഫൈനറിക്ക് സമീപത്തെ ജനജീവിതം ദുസ്സഹമാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടെയുണ്ടായ കുടുംബങ്ങളിൽ പലതും വാടക വീടുകളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും മാറി താമസിക്കുകയാണ്. ശേഷിക്കുന്ന 42 കുടുംബങ്ങളാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. ഇപ്പോൾ ഒരു 18-22 കുടുംബം ആകുള്ളൂ ഈ 45 കുടുംബത്തിൽ. ബാക്കിയുള്ള കുടുംബങ്ങളെല്ലാം കുഞ്ഞുങ്ങളായി വന്നപ്പോൾ ഇതുങ്ങളെ ഡോക്ടറെ കാണിക്കുമ്പോൾ ഡോക്ടർ പറയും ഇവിടുന്ന് മാറി താമസിക്കും, കാലാവസ്ഥയുടെ ഇതുകൊണ്ടാണ്, ഈ പൊല്യൂഷൻ്റെ ഇതുകൊണ്ടാണ്. അങ്ങനെ ഭൂരിഭാഗം ആൾക്കാർ ഒഴിഞ്ഞു പോയി. ഞങ്ങൾക്ക് ഒരു ഗതിയില്ല, വാടക കൊടുത്ത് അങ്ങനെ പോകാനുള്ള ഒരു
ഇതില്ലാത്ത കാരണം ഞങ്ങൾ അവിടെ തന്നെ ഇപ്പോഴും എല്ലാം സഹിച്ച് കിടക്കുകയാണ്. വീടുകളും പ്രദേശവും വാസയോഗ്യമാണോ എന്ന് പരിശോധിക്കാൻ നിശ്ചയിച്ച സംഘം ഇന്ന് പരിശോധന നടത്തും. മലിനീകരണ നിയന്ത്രണ ബോർഡ് എഞ്ചിനീയർ, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ, വില്ലേജ് ഓഫീസർ, കമ്പനി പ്രതിനിധികൾ എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തുക. അയ്യങ്കുഴിയിലുണ്ടായ കുടുംബങ്ങളെ ഇപ്പോൾ ചോറ്റാനിക്കരയിലെ ടൂറിസ്റ്റ് ഹോമിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. പ്രദേശം വാസയോഗ്യമാണെന്ന റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ ഇവർക്ക് തിരികെ മടങ്ങാനാകൂ. അമൃത ന്യൂസ്, കൊച്ചി. ചേർത്തലയിൽ 5 വയസ്സുകാരനെ ഉപദ്രവിച്ച് പരിക്കേൽപ്പിച്ചതായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സംഭവത്തിൽ അമ്മയ്ക്കും അമ്മുമ്മയ്ക്കുമെതിരെ കേസെടുത്തു. കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചൈൽഡ് ലൈൻ പ്രവർത്തകർ ഇടപെട്ടു. UKG വിദ്യാർത്ഥിയായ 5 വയസ്സുകാരനെ മുഖത്തും കഴുത്തിനും മുറിവേറ്റ നിലയിൽ ചായക്കടയിലാണ് കണ്ടെത്തിയത്. PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് ദിനൂപിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഉപദ്രവിച്ച വിവരം പുറത്തറിഞ്ഞത്. മുഖത്തും കഴുത്തിലുമുണ്ടായ മുറിവ് അമ്മ സ്കെയിലിന് അടിച്ചതാണെന്നും അമ്മമ്മ ഉപദ്രവിക്കാറുണ്ടെന്നും കുട്ടി പറഞ്ഞു. എന്ത് പറ്റിയതാ മോന്റെ ഇവിടെയൊക്കെ പാട് എന്ത് പറ്റിയതാ? ആരാ അടിച്ച? ആണോ? ഇവിടെയോ കഴുത്തിലോ? ഞെക്കിയോ? ആണോ? എന്താ പറഞ്ഞു മോന്? ആണോ? എപ്പോഴും തല്ലാറുണ്ടോ അമ്മൂമ്മയും അമ്മയും? കൊച്ചപ്പ എന്ത് ചെയ്യും? കറിയോ? ചോദിച്ചിട്ടില്ല? എന്താ ചോദിച്ചിട്ടില്ല? അമ്മയോടും അമ്മയോടും ചോദിച്ചിട്ടില്ല എന്തിനാ വെറുതെ തലനെ? എന്തൊരവസ്ഥയാണ്! മനസ്സാക്ഷിയില്ലാത്ത ഇതുപോലെ മാതാപിതാക്കൾ. എന്തായാലും ഇതിനെ നേരിടുക തന്നെ വേണം, നിയമപരമായി തന്നെ നേരിടേണ്ടി വരും. മറ്റു വാർത്തയിലേക്ക്. ആലപ്പുഴയിലെ താൽക്കാലിക ബോട്ട് ജെട്ടിയിലെ പരിമിതികളിൽ വലയുകയാണ് ജനങ്ങൾ. നിരവധി ആളുകൾ ദിവസേന എത്തുന്ന ബോട്ട് ജെട്ടിയിൽ മതിയായ സൗകര്യങ്ങളില്ലാത്തതാണ് ജനങ്ങളെ ദുരിതത്തിലാക്കുന്നത്. സ്കൂൾ കൂടി തുറന്നതോടെ കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. സ്കൂൾ തുറന്ന് മാസം 1 പിന്നിട്ടിട്ടും ആലപ്പുഴയിലെ താൽക്കാലിക ബോട്ട് ജെട്ടിയിലെ ദുരിതത്തിന് കുറവില്ല. സ്കൂൾ കുട്ടികളും അവരെ യാത്രയാക്കാനെത്തുന്ന രക്ഷിതാക്കളുമൊക്കെയായി ആകെ തിക്കും തിരക്കുമാണ്. മഴ പെയ്താൽ ദുരിതം ഇരട്ടിയാവും. ദിവസേന ഇങ്ങോട്ടേക്ക് എത്തുന്ന ആളുകൾക്ക് കയറി നിൽക്കുവാനുള്ള സൗകര്യം മാറാജെട്ടിക്ക് ഇല്ലെന്നതാണ് പ്രധാന പ്രശ്നം. പ്രായാധികമുള്ള ആൾക്കാരുണ്ട്, അതുപോലെ ഞങ്ങളുടെ റേഷൻ കാർഡ്, അതുപോലെ മറ്റ് പർച്ചേസ് ചെയ്യുന്നതെല്ലാം ഇവിടുന്ന് ആലപ്പുഴയിൽ നിന്നാണ്. അത് അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ 50 രൂപ 60 രൂപ ഓട്ടോക്കാർ ചോദിക്കുന്നത് കൊടുക്കും. അത് കൊടുത്തിട്ട് വേണം ഞങ്ങൾ ബോട്ടിന് പോകാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ആശുപത്രിയിൽ പോകുന്നവർ ഇവിടെ വന്ന വലിയ പാടാണ് ബസ്സിന് പോകണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഇവിടെ വന്ന് ഓട്ടോക്കാരെ മേടിക്കുമ്പോൾ അവർ പറയുന്നതായിട്ട് ഞങ്ങൾ കൊടുത്തേ പറ്റത്തുള്ളൂ. അതിനുള്ള ബുദ്ധിമുട്ടാണ്. പിന്നെ അതല്ല വെച്ചിട്ട് ചെറുപ്പക്കാരാണെങ്കിൽ ഈ സാധനമൊക്കെ കൈ തൂക്കി പിടിച്ചിട്ട് വരിക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. ജില്ലാ കോടതി പാലത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ആലപ്പുഴ ബോട്ട് ജെട്ടിയും സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസ് കെട്ടിടവും പൊളിച്ചു മാറ്റിയത്. മാറാ ജെട്ടിയിൽ പകരം സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്തു. പരിമിതമായ സ്ഥലത്താണ് ഇപ്പോൾ ജെട്ടി പ്രവർത്തിക്കുന്നത്. ഒരേ സമയം ഒരു ബോട്ട് മാത്രമേ അടുപ്പിക്കാനാവൂ. ഇതുകാരണം പുറകെ വരുന്ന ബോട്ടിലെ യാത്രക്കാർ മറ്റു ബോട്ടുകളിൽ കയറിയിറങ്ങി വേണം കരയ്ക്കെത്താൻ. ബോട്ട് വരാനാണെങ്കിൽ ബോട്ട് അടുക്കത്തില്ല, വലിയ പാട്, തിരിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടും ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെ ഇവിടെ ഈ ബോട്ട് ജെട്ടി. പിന്നെ നമ്മൾ പോണ്, അല്ല എന്ത് ചെയ്യാൻ പറ്റും. ബോട്ട് സർവീസിനെ മാത്രം ആശ്രയിച്ച് നിരവധി വിദ്യാർത്ഥികളും അധ്യാപകരും നഗരത്തിലെത്തുന്നുണ്ട്. പുളിങ്കുന്ന്, കാവാലം, നെടുമുടി, കൈനഗിരി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് നിരവധി യാത്രക്കാരാണ് ദിവസേന ബോട്ടിൽ ആലപ്പുഴയിലെത്തുന്നത്. അതിനാൽ തന്നെ കൽക്കെട്ട് നിർമ്മിച്ച് കൂടുതൽ ബോട്ടുകൾ ജെട്ടിയിലടിപ്പിക്കുവാൻ കഴിയുന്ന സാഹചര്യമെങ്കിലും അധികൃതർ ഒരുക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. അമൃത ന്യൂസ്, ആലപ്പുഴ. ഈ KSRTCയും നഷ്ടത്തിലാണ്, സ്വകാര്യ ബസ്സുകൾ നഷ്ടത്തിലാണെന്നാണ് പറയുന്നത്. അതെങ്ങനെ ഈ ആൾക്കാരെ കയറ്റിയാലല്ലേ ലാഭത്തിലാവുകയുള്ളൂ? അങ്ങനെ ഒരു വാർത്തയിലേക്കാണ്. ദേശീയപാതയുടെ പ്രവൃത്തി പുരോഗമിക്കുന്നതിനിടയിൽ ബസ്സുകൾ സ്റ്റോപ്പിൽ നിർത്താതെ പോകുന്നതായി പരാതി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, പാണമ്പ്ര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സർവീസ് റോഡ് ഒഴിവാക്കി ബസ്സുകൾ സർവീസ് നടത്തുന്നതിനാൽ വലയുകയാണ് നാട്ടുകാർ. ദേശീയപാതയുടെ പ്രവൃത്തി പുരോഗമിക്കുന്നതിനാൽ നേരത്തെ ഉണ്ടായിരുന്ന പല ബസ് സ്റ്റോപ്പുകളിലും ബസ്സുകൾ യഥാസമയം നിർത്തുന്നില്ലെന്നാണ് പരാതി. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിലവിൽ വലിയ യാത്രാക്ലേശമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ യാത്രക്കാർ അനുഭവിക്കുന്നത്. ദീർഘദൂര ബസ്സുകളെ പോലെ ലോക്കൽ സർവീസ് നടത്തുന്ന ബസ്സുകളും മെയിൻ റോഡിലൂടെയാണ് പോകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ബസ്സുകൾ ആളുകൾ കുറച്ച് കുറവാണെന്നുള്ള ഉള്ളുകൂടെ സ്റ്റോപ്പുകളൊക്കെ കട്ട് ചെയ്ത് അടുത്ത സ്റ്റോപ്പ് കയറുന്നുണ്ട്. അപ്പോൾ അവിടെ നിൽക്കുന്ന ബസ് കിട്ടുമല്ലോ. അങ്ങനത്തെ പ്രയാസങ്ങൾ ഒരുപാട് നേരിടുന്നുണ്ട്. മത്സരയോട്ടം കാരണമാണ് ബസ്സുകൾ സർവീസ് റോഡുകൾ ഒഴിവാക്കുന്നത്. ഈ മത്സരയോട്ടത്തിന്റെ ഭാഗമായി പാണമ്പ്ര എന്ന ബസ് സ്റ്റോപ്പ് ഒഴിവാക്കി ചേളാരിയിലാണ് ബസ്സുകൾ നിർത്തുന്നതെന്ന് കാണിച്ച് പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇതുവരെയും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ഇതേ വിഷയം ചൂണ്ടിക്കാട്ടി ഗതാഗത മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ദീപ എന്ന യുവതി പരാതി നൽകിയിട്ടുണ്ട്. ദേശീയപാത പ്രവൃത്തി പുരോഗമിക്കുന്നതിനിടെയുള്ള ക്രമീകരണങ്ങൾ തന്നെ യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. വലിയ ലൈൻ ബസ് ഒക്കെ ഉണ്ടല്ലോ,
അതൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ ചവിട്ടാണ്ട് നിർത്താണ്ട് പോകും. കാരണം അവരെ ടൈമിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടാവും. ഒരുപാട് നിർത്തി കഴിഞ്ഞാൽ ബ്ലോക്ക് വരുന്ന ആ ഒരു വിഷയവും ഉണ്ടാവും. നേരത്തെ സ്റ്റോപ്പ് ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ബസ്സുകൾ നിർത്തി യാത്രാ സൗകര്യം ഒരുക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. അമൃത ന്യൂസ്, കോഴിക്കോട്. കോഴിക്കോട് കൊമേരിയിൽ വീടിനോട് ചേർന്നുള്ള പൊതു കിണർ ഇടിഞ്ഞു താഴ്ന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. കിണർ ഇടിഞ്ഞു താഴ്ന്നതോടെ 4 വീടുകൾ വലിയ അപകട ഭീഷണിയിലാണ്. വിവരമറിഞ്ഞ് മീഞ്ചന്ത ഫയർ യൂണിറ്റും പോലീസും സ്ഥലത്തെത്തി ഇവരെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ റോഡ് ഉൾപ്പെടെ അടച്ച് പ്രാഥമിക സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. കിണർ അസാധാരണമായി ഇടിഞ്ഞ സംഭവത്തിൽ ജിയോളജി വിഭാഗത്തെ വിവരമറിയിക്കാനാണ് അധികൃതരുടെ തീരുമാനം. ഉത്തരേന്ത്യയിൽ കനത്ത മഴ തുടരുന്നു. മഴയെ തുടർന്ന് ജനജീവിതം സ്തംഭിച്ചു. ഡൽഹിയിൽ വിവിധയിടങ്ങളിൽ പെയ്ത മഴ ഗതാഗത മേഖലയെയും തടസ്സപ്പെടുത്തി. പല വിമാനങ്ങളും വഴിതിരിച്ചു വിടുകയും ചെയ്തുവെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. തെക്കൻ ത്രിപുരയിൽ നദികൾ കരകവിഞ്ഞതിനെ തുടർന്ന് 250-ലേറെ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഹിമാചൽ പ്രദേശിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 78ആയി. 37 പേരെ കാണാതായി. അതേസമയം ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. റിക്ടർ സ്കെയിലിൽ 4.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമായിരുന്നു ഉണ്ടായിരുന്നത്. ഹരിയാന, ഉത്തർപ്രദേശ്, പഞ്ചാബിൻ്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കേരളത്തിലെത്തും. BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിനായിട്ടാണ് സന്ദർശനം. രാത്രി 10-ന് വിമാനത്താവളത്തിലെത്തുന്ന അമിത്ഷയെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിൽ സ്വീകരിക്കും. നാളെ രാവിലെ 11 മണിക്കാണ് ഓഫീസ് ഉദ്ഘാടനം. ഓഫീസിലെത്തി പതാക ഉയർത്തുന്ന അമിത്ഷാ ചെമ്പകത്തൈ നടും. മുൻ സംസ്ഥാന അധ്യക്ഷൻ KG മാരാരുടെ വെങ്കല പ്രതിമയും ആഭ്യന്തരമന്ത്രി അനാച്ഛാദനം ചെയ്യും. മലയാളിയായ ശ്രീജിത്ത് കുമാർ തിരക്കഥ എഴുതിയ ഹ്രസ്വചിത്രം അഡോപ്ഷൻ അന്താരാഷ്ട്ര തലത്തിൽ ജനശ്രദ്ധ നേടുന്നു. കുട്ടികളെ ദത്തെടുക്കുമ്പോൾ നിയമപരമായ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണമെന്നാണ് സിനിമ പറഞ്ഞു വയ്ക്കുന്നത്. നിരവധി പുരസ്കാരങ്ങളും ചിത്രം ഇതിനകം നേടിയിട്ടുണ്ട്. UK-യിൽ വിദ്യാർത്ഥിയായ തിരക്കഥാകൃത്ത് ശ്രീജിത്ത് ഇപ്പോൾ മുഴുനീള മലയാള സിനിമയുടെ പണിപ്പുരയിലാണ്. We moved here just last month, so we could remember her first birthday, didn't we? Yes, we did. Yeah. Oh, I know. മലയാളിയായ ശ്രീജിത്ത് ഉപരിപഠനത്തിനായാണ് UK-യിലേക്ക് പോയത്. ഒരു ശരാശരി ഇന്ത്യൻ വിദ്യാർത്ഥിയെ പോലെ തന്നെ പഠനവും പാർട്ട് ടൈം ജോലിയുമൊക്കെയായി കഴിയുകയായിരുന്നു. എന്നാൽ മനസ്സിലെ സിനിമയോടും എഴുത്തിനോടുമുള്ള താല്പര്യം വിട്ടുകളഞ്ഞില്ല. ശ്രീജിത്ത് UK-യിലെ സിനിമാ ക്ലബ്ബുകളുടെ ഭാഗമായി. അങ്ങനെയാണ് അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയ അഡോപ്ഷൻ എന്ന ഇംഗ്ലീഷ് ഹ്രസ്വചിത്രം ഒരുക്കുന്നത്. ഒരു കോഴ്സ് ചെയ്യാൻ പോയതാണ്. പാൾസ്റ്റർ യൂണിവേഴ്സിറ്റിയിലൊരു 1 ഇയർ കോഴ്സ് ചെയ്യാൻ പോയിട്ടാണ്. അവിടെ ഒരു ബെൽഫാസ്റ്റ് ഫിലിം ക്ലബ്ബ് ഉണ്ടായിരുന്നു. ആ ഒരു ഫിലിം ക്ലബ്ബ് ത്രൂ നമ്മൾ ആൾക്കാരെ മീറ്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ സ്വന്തമായിട്ടൊരു ഗ്രൂപ്പ് തുടങ്ങി, വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങി, എല്ലാവരും കാസ്റ്റ് ചെയ്തു. ആ ഒരു പ്രോസസ്സിൽ ഈ ഒരു ഫിലിമും നടന്നെന്നുള്ളതാണ്. കാരണം ക്ലബ്ബ് വഴി ചെയ്യുവാണെങ്കിൽ നമുക്ക് വേറെ എക്സ്പെൻസ് ഒന്നും നമുക്ക് അധികം എടുക്കേണ്ട ആവശ്യമില്ല. മെസ്സേജ് എന്ന് പറയുന്നത് നമുക്ക് ലീഗലായിട്ടൊരു അഡോപ്ഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഇവിടെ എത്രത്തോളം വാലിഡ് ആയിട്ടുള്ളൊരു സമയത്ത് നമ്മൾ ആ ഒരു പ്രോസസ്സ് തന്നെ ഫോളോ ചെയ്ത് പോകണമെന്നുള്ളതാണ്. അതല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുന്തോറും നമുക്ക് ആ കോൺസിക്വൻസസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പം നമ്മുടെ ഡിസിഷൻസ് എടുക്കുന്നത് എത്ര വയസ്സാണോ അതിനനുസരിച്ചുള്ള കോൺസിക്വൻസസ് കുറവായിരിക്കും നമ്മൾ ഫേസ് ചെയ്യുന്നത്. ഇന്ത്യക്കാരനായ റോണക് കപൂറാണ് ചിത്രത്തിന്റെ സംവിധായകൻ. അഭിനേതാക്കൾ എല്ലാവരും യൂറോപ്യർ തന്നെ. മികച്ച ടെക്നിക്കൽ ടീമും ചിത്രത്തിന്റെ ഭാഗമായിട്ടുണ്ട്. നിലവിൽ 3 പുരസ്കാരങ്ങൾ നേടിയ ചിത്രം നിരവധി അന്താരാഷ്ട്ര മത്സരങ്ങളുടെയും ഭാഗമായി കഴിഞ്ഞു. അവാർഡ്സ് നമുക്ക് 5 സെലക്ഷൻസാണ് ടോട്ടൽ കിട്ടിയത്. ലണ്ടൻ ലിഫ്റ്റ് ഓഫ്, ലണ്ടൻ ഗ്ലോബൽ, ബ്രിട്ടീഷ് ഇൻ്റർനാഷണൽ, പിന്നെ നസാവ് ഫിലിം ഫെസ്റ്റിവൽ ആൻഡ് ഡ്രീം ക്യാച്ചർ. 5 സെലക്ഷൻസിൽ നമുക്ക് സ്ക്രീനിങ് ചെയ്യാനായിട്ടുള്ളത് ഈ പറഞ്ഞ ലണ്ടൻ ലിഫ്റ്റ് ഓഫും ബ്രിട്ടീഷ് ഇൻ്റർനാഷണലും ലണ്ടൻ ഗ്ലോബലും നമ്മൾ ഇൻവൈറ്റ് ചെയ്തതാണ്. പഠന കാലഘട്ടം മുതൽക്കേ എഴുത്തിൽ വലിയ താല്പര്യമുള്ള ആളാണ് എഞ്ചിനീയറിംഗ് ബിരുദധാരി കൂടിയായ ശ്രീജിത്ത്. മലയാളത്തിലെ തന്റെ ആദ്യ മുഴുനീള ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നതിന്റെ തിരക്കിലാണിപ്പോൾ അദ്ദേഹം. അമൃത ന്യൂസ്, കൊച്ചി. ഇനി വ്യത്യസ്തമായ തുലാഭാരം വഴിപാട് നടത്തി ഒരു കരാറുകാരനെ കുറിച്ചാണ്. ഇനി തൃശ്ശൂർ പാർലിക്കാട് സ്വദേശി സുരേഷാണ് മണലും മെറ്റലും കൊണ്ട് തുലാഭാരം നടത്തിയത്. പാലക്കാട് വിളത്തിരുത്തി ക്ഷേത്രത്തിലായിരുന്നു വ്യത്യസ്തമായ തുലാഭാരം. ക്ഷേത്രത്തിലേക്ക് പുതിയ തുലാഭാരത്തട്ടും സുരേഷ് സമർപ്പിച്ചു. ശ്രീകൃഷ്ണ ഭഗവാന്റെ ആവാസഗേഹമായ പാർലിക്കാട് വെള്ളത്തുരുത്തി ക്ഷേത്രത്തിൽ സുരേഷ് എത്തിയത് മണലും മെറ്റലുമായാണ്. ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയായ സുരേഷ് കെട്ടിട നിർമ്മാണ കരാറുകാരനായിരുന്നു. വർഷങ്ങളായുള്ള സുരേഷിന്റെ ആഗ്രഹമായിരുന്നു ക്ഷേത്രത്തിൽ തുലാഭാരം വഴിപാട് നടത്തണമെന്നത്. എന്നാൽ സുരേഷിന്റെ ബാല്യ യൗവനകാലങ്ങൾ ദുരിതപൂർണമായിരുന്നു.
വെള്ളത്തുരുത്തി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദിനംപ്രതി കുളിച്ചു തൊഴാനെത്തിയിരുന്ന സുരേഷിന് ഒരു രൂപ പോലും കാണിക്ക വെക്കാൻ കഴിയാതിരുന്ന ഭൂതകാലം. സ്വന്തം വീട്ടിൽ നട്ടുവളർത്തിയ പുഷ്പങ്ങളായിരുന്നു അന്ന് കാണിക്കയായി സുരേഷ് സമർപ്പിച്ചിരുന്നത്. ആദ്യകാലങ്ങളിൽ ടാക്സി ഡ്രൈവറായി തൊഴിലെടുത്ത സുരേഷ് പിന്നീട് കെട്ടിട നിർമ്മാണ മേഖലയിലേക്ക് മാറി. തന്റെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള മണലും മെറ്റലും ഉപയോഗിച്ച് തുലാഭാരം നടത്താനാണ് സുരേഷ് തീരുമാനിച്ചത്. ഒരു തുലാഭാരത്തട്ട് നൽകണമെന്ന സുരേഷിന്റെ പ്രാർത്ഥനയും സഫലമായി. ക്ഷേത്രത്തിൽ സമർപ്പിച്ച തുലാഭാരത്തട്ടിൽ പഞ്ചസാര കൊണ്ട് ആദ്യം സുരേഷിന്റെ മാതാവ് തങ്കവും തുടർന്ന് മെറ്റലും മണലും കൊണ്ട് സുരേഷും തുലാഭാരം നടത്തി. ഒരു തുലാഭാരത്തട്ട് സമർപ്പിക്കാൻ അമ്പലത്തിലേക്ക് കഴിഞ്ഞു. മണൽ മെറ്റൽ ബിസിനസ് നടന്നു. അത് മണൽ മെറ്റൽ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വളരെയധികം ടെൻഷനുള്ളൊരു പണിയാണ്. അപ്പോൾ ആ അമ്പലം എന്നെങ്കിലും എനിക്ക് ഒരു നല്ല രീതിയിൽ ആവുകയാണെങ്കിൽ ഭഗവാനെ ഞാൻ മണൽ കൊണ്ടും മെറ്റൽ കൊണ്ടും തുലാഭാരം ചെയ്യാമെന്ന് ഞാൻ നേർന്നുണ്ടായിരുന്നു. അത് 25 വർഷങ്ങൾക്ക് മുന്നേ നേർന്നതാണ്. ഇപ്പോഴാണ് അതെനിക്ക് സാധിക്കാൻ പറ്റിയത്. ക്ഷേത്രങ്ങളിലെ പൂരക്കമ്മിറ്റി രക്ഷാധികാരിയായും പ്രവർത്തിച്ചു വരുന്ന സുരേഷ് നിരവധി വയോജനങ്ങൾക്ക് പെൻഷൻ നൽകിയും വർഷം തോറും വിദ്യാർത്ഥികൾക്കായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തുമെല്ലാം ജീവകാരുണ്യ രംഗങ്ങളിലും സജീവ സാന്നിധ്യമാണ്. അമൃത ന്യൂസ്, തൃശൂർ. കോഴിക്കോട് കാറിടിച്ച് മധ്യവയസ്കൻ മരിച്ചു. വടകര ഓഞ്ചിയം കല്ലേരി വീട്ടിൽ രാജേഷ് ബാബുവാണ് മരിച്ചത്. താമരശ്ശേരി എടവണ്ണ റോഡിൽ താമരശ്ശേരിക്ക് സമീപം അമ്പലമുക്കിൽ വച്ചായിരുന്നു അപകടം. റോഡ് മുറിച്ച് കടക്കുന്നതിനിടയിൽ എതിരെ വന്ന കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് കാർ നിർത്താതെ പോയെങ്കിലും നാട്ടുകാർ വാഹനത്തെ പിന്തുടർന്ന് പിടികൂടി. വിപണി വിലയിരുത്തലുമായി ജിയോജിത്ത് ഫിനാൻഷ്യൽ സർവീസിലെ സീനിയർ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായ കെ ദിലീപ് ചേരുന്നുണ്ട്. ദിലീപ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം ഒരു നഷ്ടത്തിൻ്റെ ഒരു ഭീതി ഉണ്ടായിരുന്നു. അത് ഇന്നും അത് വിപണിയെ ബാധിക്കുമോ? IT, ബാങ്കിങ് മേഖലകളൊക്കെ കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ടോ? ഇന്നലത്തേതിൽ നിന്നും മാറ്റമില്ലാതെ ഇന്ന് വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിപണിയിൽ ഏറ്റക്കുറച്ചിലുള്ള പ്രകടവുമായിരുന്നു. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളും അനുകൂലമായി വിപണിയിൽ ഇടപെടുന്നത് വിപണിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും ആഗോള സാഹചര്യങ്ങൾക്കൊപ്പം വിപണി ഇപ്പോഴും നീങ്ങുന്നില്ല. ആഗോള വിപണികളിൽ നേട്ടം തുടരുമ്പോഴും നമ്മുടെ വിപണിയിൽ ഇപ്പോഴും തുടങ്ങുന്ന ഒരു വിൽപ്പനയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാരണം നിക്ഷേപകർ ഓരോ ഉയർന്ന നിലവാരത്തിലും ലാഭമെടുക്കുന്നതാണ്. ഇനി കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങളാവും ഇനിയുള്ള ദിവസങ്ങളിൽ വിപണിയെ സ്വാധീനിക്കുക. ഇപ്പോൾ TCSന്റെ പ്രവർത്തന ഫലം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. TCSന്റെ പ്രവർത്തന ഫലം വിപണി പ്രതീക്ഷിച്ച അത്ര മെച്ചപ്പെട്ടതായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു സ്വാധീനം വിപണിയിലുണ്ടാവും. കഴിഞ്ഞ ദിവസം TCS നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇനി ഇൻഫോസിസിന്റെ പ്രവർത്തന ഫലമാണ്. അതിനുശേഷം ബാങ്കിങ് മേഖലയിലെ പ്രവർത്തന ഫലങ്ങൾ വന്നു തുടങ്ങും. പ്രത്യേകിച്ചും HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക് തുടങ്ങിയവയുടെ പ്രവർത്തന ഫലങ്ങൾ വന്നു തുടങ്ങും. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ വിപണിയുടെ നീക്കങ്ങൾ കൂടുതലും ഓഹരി അധിഷ്ഠിത നീക്കങ്ങൾ, ഒപ്പം തന്നെ ഓരോ വിഭാഗങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നീക്കമായിരിക്കും വിപണിയിൽ ഉണ്ടാവുക. എന്തായാലും വിപണിയിൽ ഒരു നിക്ഷേപ താല്പര്യം തുടരാനുള്ളൊരു സാധ്യത തന്നെയാണുള്ളത്. എന്നാൽ ഇടയ്ക്ക് ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ചെറുകിട നിക്ഷേപകരുടെ ലാഭമെടുക്കൽ പ്രവണത തുടരുന്നതാണ് വിപണി ഇപ്പോൾ നേരിയ തോതിലെങ്കിൽ സമ്മർദ്ദത്തിലാക്കുന്നത്. എന്തായാലും ഇന്നത്തെ ഒന്നും മാറ്റമില്ലാതെയായിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുക. ദിലീപാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി കനത്ത മഴയിൽ ഇടുക്കി ജില്ലയിലെ പുഴകളെല്ലാം നിറഞ്ഞൊഴുകുകയാണ്. ഇതോടെ വെള്ളച്ചാട്ടങ്ങളും വേറിട്ട കാഴ്ചയായി. ഇപ്പോൾ നവമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ശ്രീനാരായണപുരം വെള്ളച്ചാട്ടമാണ്. ശക്തമായ മഴയിൽ മുതിരപ്പുഴ ഇപ്പോഴും നിറഞ്ഞൊഴുകുകയാണ്. ഇതോടെ ശ്രീനാരായണപുരം വെള്ളച്ചാട്ടവും സജീവമായി. കുതിച്ചെത്തുന്ന വെള്ളം കുത്തിലേക്ക് പതിച്ച് ചിതറിത്തെറിക്കുന്നു. വെള്ളച്ചാട്ടങ്ങൾ എക്കാലത്തും ഇടുക്കിയുടെ പ്രധാന കാഴ്ചയാണെങ്കിലും ഈ ദൃശ്യാനുഭവം ஏற வித்தியஸ்தம். பார்க்குறதுக்கு நல்லா தான் இருக்குது. இங்கே வந்து தண்ணி இப்போ அதிகமாக வர்றதுனால கொஞ்சம் ஓரளவுக்கு ரெஃப்ரெஷ்மெண்ட்டாக தெரியுது. எப்போவுமே வந்துட்டு இதே அளவுக்கு தண்ணி இருந்தால் இன்னும் கொஞ்சம் நல்லா இருக்கும். அது நம்ம கையில் இல்லை, நேச்சர் கையில் இருக்குது. പവലിയൻ ഉള്ളതിനാൽ ഈ വെള്ളച്ചാട്ടം ഏറെ അടുത്തുനിന്ന് അപകടരഹിതമായി ആസ്വദിക്കാമെന്നതും മറ്റൊരു പ്രത്യേകതയാണ്. സോഷ്യൽ മീഡിയയിലും വെള്ളച്ചാട്ടം ഹിറ്റായതോടെ ദിനംപ്രതി നിരവധി സഞ്ചാരികളാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നത്. നിലവിൽ മഴയുടെ ശക്തി കുറഞ്ഞതും സഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതും വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. ഇനി കായിക വാർത്തകൾ നോക്കാം. ഇന്ത്യക്കെതിരായ 3ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ട് ഭേദപ്പെട്ട സ്കോറിലേക്ക്. 1ാം ദിനം കളി അവസാനിക്കുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 251 റൺസ് എന്ന നിലയിലാണ് ഇംഗ്ലണ്ട്. 37ാം ടെസ്റ്റ് സെഞ്ചുറിക്ക് 1 റൺസ് അകലെ നിൽക്കുന്ന ജോ റൂട്ടും ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സുമാണ് ക്രീസിൽ. ഇന്ത്യക്ക് വേണ്ടി നിതീഷ് കുമാർ റെഡ്ഡി 2 വിക്കറ്റ് നേടി.
ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.